ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ ഗുരുനാഥന്മാരെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ ഉസ്താദ് കെ വി അബൂബക്കർ ഉമരി, ആദരണീയനായ സലാം സാഹിബ്, പ്രിയ സുഹൃത്ത് ഡോക്ടർ ബദിഉസ്സമാൻ, ആലിയയുടെ പ്രിൻസിപ്പൽ ടി കെ മുഹമ്മദ് അലി സാഹിബ്, ആലിയ മാനേജിംഗ് കമ്മിറ്റിയുടെ ആദരണീയരായ നേതാക്കൾ സി എച്ച് റഹീം സാഹിബ് തുടങ്ങി പ്രിയപ്പെട്ടവരെ, 2014 ആലിയ ഇത്രയും വിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയിരുന്നത്. അന്ന് ആലിയയുടെ പൂർവ്വ വിദ്യാർത്ഥിയും കേരളത്തിലെ ഇസ്ലാമിക ധിഷണയുമായ ടി കെ അബ്ദുള്ള സാഹിബ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനു ശേഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നേരത്തെ നടന്ന സമ്മേളനത്തിൽ അവർ അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ടാകും. സമീപകാലത്ത് വിട പറഞ്ഞു പോയ അബ്ദുൽ അസീസ് പേരാമ്പ്ര നൊച്ചാട് സ്വദേശി, ലത്തീഫ് പൊയിൽത്താഴം കൊടുവള്ളിയിലെ നജാത്ത്, ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഇസ്മായിൽ സാഴ്ത്ത്, ആ പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്തുകൊണ്ടും അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വഴിയും വർത്തമാനവും, ഇത് വളരെ വലിയ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. വിളക്കത്തിരിക്കുക എന്ന ഒരു പ്രയോഗമുണ്ടായിരുന്നു കേരള മുസ്ലിം വിദ്യാഭ്യാസ ചരിത്രത്തിൽ. പൊന്നാനിയിലെ പള്ളി ദർസുമായി ബന്ധപ്പെട്ടാണ് ആ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. അതിനെ പ്രതീകാത്മകമായ ഒരു പ്രയോഗമായി എടുത്താൽ കേരളീയ സമൂഹത്തിൻ്റെ, കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിളക്കുമാടങ്ങളായാണ് ഇവിടെ ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് ചെറിയ മദ്രസകളിൽ തുടങ്ങി അൽജാമിയ വരെ എത്തി നിൽക്കുന്ന വലിയ ഒരു ശൃംഖലയായി പടർന്ന് പന്തലിക്കുകയുണ്ടായി. അതിൻ്റെ നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ആലിയ 1939-40 കാലത്ത് രൂപം കൊള്ളുന്നത്. 92 ഞാൻ ആലിയയിലേക്ക് വിദ്യാർത്ഥിയായി എത്തുന്നത്. എൻ്റെ സ്വദേശം വാഴക്കാടാണ്. കേരളത്തിലെ മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം വാഴക്കാട്ടു നിന്നാണ്. ദാറുൽ ഉലൂം ആ പ്രദേശത്താണ്. അവിടെ നിന്ന് ആലിയയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ മദ്രസകളും അറബിക് കോളേജുകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായത്? അതിൻ്റെ തുടക്കം വ്യക്തികളിൽ നിന്നായിരുന്നു. പുതിയ ചിന്തകൾ മനസ്സിൽ രൂപം കൊണ്ട വ്യക്തികളാണ് ഇത്തരം സ്ഥാപനങ്ങൾ ചെറിയ രൂപത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് പ്രാദേശികമായി രൂപപ്പെട്ട കൂട്ടായ്മകൾ അവയെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷമാണ് സംഘടിത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. മദ്രസാ പ്രസ്ഥാനം എന്നത് ഒരു കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും മനസ്സിൽ രൂപം കൊണ്ട ആശയമാണ്. ചാലിലകത്തും കോയപ്പത്തൊടി കുടുംബവുമൊക്കെയാണ് അതിൻ്റെ രൂപീകരണത്തിൽ ഏതൊക്കെയോ അർത്ഥത്തിൽ പങ്കാളികളാകുന്നത്. ഇങ്ങനെ ഓരോ പ്രദേശത്തും വ്യക്തികളിൽ നിന്നാണത് രൂപം കൊണ്ട് തുടങ്ങുന്നത്. പിന്നെയാണ് അതിന് സംഘടിത രൂപമുണ്ടാകുന്നതും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ പിന്നീട് അത് സംഭവിക്കുന്നതും. എന്തുകൊണ്ടാണ് ആ വ്യക്തികൾ അതിന് പ്രചോദിതരായത് എന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരാദർശത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഇഖ്റഇൻ്റെ ആവേശമുണ്ടായിരുന്നു. എവിടെയൊക്കെയോ വായിച്ചറിഞ്ഞ നവോത്ഥാനത്തിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു.
കേരളീയ സമൂഹത്തിൽ നിന്നാണ് അതിനെക്കുറിച്ച് നാം പറയുന്നതെങ്കിൽ കേരളത്തിൽ രൂപപ്പെട്ട സാമൂഹിക നവോത്ഥാനത്തിൻ്റെയും മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെയും ഒക്കെ ഏതോ ഓളവും ഒരു സന്ദർഭത്തിൽ അവരെ ഏതൊക്കെയോ രീതിയിൽ അതിന് ചിന്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് കാണാം അത് ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ തെജ്ദീദിൻ്റെ സ്വാധീന ഫലമായിരുന്നു, അതിൻ്റെ തുടർച്ചയായിരുന്നു. ദീർഘവീക്ഷണമുള്ള വ്യക്തികൾ അവരിലുണ്ടായിരുന്നു. അതിലൊരാളാണ് ബഹുമാന്യനായ ഇസുദ്ദീൻ മൗലവി, മറ്റൊരാളാണ് KC അബ്ദുള്ള മൗലവി. പിന്നെയും ചരിത്രത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നാം ഓർക്കേണ്ട പേരാണ് ബഹുമാന്യനായ അബുൽ ജലാൽ മൗലവിയുടേത്. ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ ചിന്തകരും പ്രവർത്തകരുമായിരുന്നു അവർ. അവർക്ക് പിന്തുണ കൊടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആദർശം, ദീർഘവീക്ഷണം, നവോത്ഥാനത്തിൻ്റെ ആവേശം, ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത, ഇതാണ് കേരളത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് അറിവിൻ്റെ വിത്തിട്ട് ഇസുദ്ദീൻ മൗലവി ഉമറാബാദിൽ നിന്ന് മംഗലാപുരം വരെ നടന്നു പോയത്. മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാൾ ദക്ഷിണ കാനറ ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തത് ഈ ആദർശത്തിൻ്റെ ആവേശത്തിൽ പ്രചോദിതനായിട്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആളുകൾ കാസർകോട്ടേക്ക് വന്നതും ആലിയയിൽ പഠിച്ചതും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോയതും. ബഹുമാന്യനായ ഓമശ്ശേരിയിലെ തറുവായ് സാഹിബുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര അഭിമുഖ പരമ്പര ഞാൻ നടത്തിയിട്ടുണ്ട്, എഴുതി തീർന്നിട്ടില്ല. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ അന്ന് ഓമശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്ന് ചെമ്മനാട് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തത് എന്ന്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം യാത്രകൾ നടന്നപ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങൾ സമ്പന്നമായി തീർന്നത്, മനുഷ്യശേഷി കൊണ്ട് സമ്പന്നമായി തീർന്നത്. വിജ്ഞാനം കൊണ്ടും മനുഷ്യശേഷി കൊണ്ടും സമ്പന്നമായ സ്ഥാപനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ദരിദ്രമായിരുന്നു, ഭക്ഷണത്തിൽ ദരിദ്രമായിരുന്നു. പക്ഷേ ആദർശത്തിൽ സമ്പന്നമായതുകൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. അങ്ങനെയാണ് നവോത്ഥാനത്തിൻ്റെ വെളിച്ചം കൊളുത്തപ്പെടുന്നത്. 1940 മുതൽ 2000 വരെ ആണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ സുവർണകാലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ 90കളിൽ എത്തിയപ്പോൾ തന്നെ അതിന് ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ട്, അതിന് ഗ്രഹണം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 2000 കഴിയുമ്പോഴേക്കും അതിന് ഗ്രഹണം ഏറെക്കുറെ ബാധിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അത് പ്രകടമായി തുടങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു 50-60 വർഷം നമ്മൾ സാധാരണ ശരാശരി മനുഷ്യായുസിനെ കുറിച്ച് പറയാറുണ്ട്. പിന്നീട് അത് ഏതോ രൂപത്തിൽ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? തജ്ദീദിൻ്റെ ഭാഗമായാണ്, നവോത്ഥാനത്തിൻ്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് തജ്ദീദ്? വർത്തമാനകാലത്തിരുന്ന് ഭൂതകാലത്തേക്ക് നോക്കി ഭാവിയെ രൂപപ്പെടുത്തുന്നതിനെയാണ് നാം തജ്ദീദ് എന്ന് വിളിക്കുന്നത്, നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. വർത്തമാനത്തിലിരുന്ന് ഭൂതകാലത്തേക്ക് നോക്കി ഭാവിയെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണത്. സാമൂഹികമായ മാറ്റവും മുന്നേറ്റവുമാണ് നവോത്ഥാനത്തിൻ്റെ ദൗത്യം. ഈ നവോത്ഥാനത്തിനൊരു പ്രത്യേകത ഉണ്ടാകേണ്ടതാണ്. അത് നവോത്ഥാനം നിർവഹിക്കുന്നത് സാമൂഹിക മാറ്റമാണെങ്കിൽ, പുറത്തെ ലോകത്തിൻ്റെ മാറ്റമാണെങ്കിൽ, ഏതൊരു നവോത്ഥാന ദൗത്യത്തിനും അതിനകത്ത് നവോത്ഥാനം നടന്നുകൊണ്ടേയിരിക്കണം. തജ്ദീദി പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ തജ്ദീദ് നിർവഹിക്കാൻ പ്രാപ്തമാകണമെങ്കിൽ ആ പ്രസ്ഥാനം അതിനകത്തൊരു തജ്ദീദിനെ ഗർഭം ധരിക്കേണ്ടതുണ്ട്. തജ്ദീദി പ്രസ്ഥാനം സ്വയം മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട്. തജ്ദീദി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള സ്ഥാപന സംവിധാനങ്ങൾ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സ്വയം മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട്. ഏതു പ്രസ്ഥാനം സ്വയം മാറ്റത്തിന് വിധേയമാകുന്നില്ലയോ അവ കാലഹരണപ്പെട്ടു തകർന്നു പോകും. ഏതൊരു തജ്ദീദി വിദ്യാഭ്യാസ സ്ഥാപനം സ്വയം മാറാൻ സന്നദ്ധമാകുന്നില്ലയോ ആ സ്ഥാപനം കാലത്തിൻ്റെ പിന്നിൽ നടക്കാൻ വിധിക്കപ്പെടും. അപ്പോൾ സ്വയം മാറണം. നാം ലോകത്തെ മാറ്റണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, സ്വയം മാറുക എന്നതാണ്. ആ മാറ്റം ഒരു പക്ഷേ അള്ളാഹു പോലും കൊണ്ടുവരില്ല. നാം മാറുമ്പോഴേ അള്ളാഹു നമ്മെ മാറ്റുകയുള്ളൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നാം ഒരു ചാണെടുത്താലാണ് അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ടെടുക്കുക. നാം നടക്കാൻ ശ്രമിച്ചാലാണ് അള്ളാഹു ഓടി വരിക. മാറ്റം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. പക്ഷേ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താ?
നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അവ ഭൂതകാല രതിയിൽ അഭിരമിക്കുമെന്നതാണ്. നവോത്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താ? അവയും ഭൂതകാല രതിയിൽ അഭിരമിച്ച് നിൽക്കും, ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിൽക്കും. ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറയും. ആ കാലം മാറിയിരിക്കുന്നു എന്നതാണ് നാം വർത്തമാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാലം നിങ്ങൾ നോക്കൂ, അറിവന്വേഷിച്ചാണ് യാത്ര ചെയ്യുന്നത് അല്ല. തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് ആലിയയിൽ വന്നവരുണ്ട്, ഓമശ്ശേരിയിൽ നിന്ന് വന്നവരുണ്ട്, കോട്ടയത്ത് നിന്ന് വന്നവർ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അറിവന്വേഷിച്ച് വിവിധ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലം കടന്ന് അറിവ് മനുഷ്യനെ തേടി അവൻ്റെ വീട്ടിനകത്തേക്ക് കടന്നു വരുന്ന കാലത്ത് നിന്നുകൊണ്ട് വേണം ഈ വർത്തമാനത്തിൻ്റെ പ്രതിസന്ധിയെ നാം വിലയിരുത്താൻ. ദൂരങ്ങളെ, കാലങ്ങളെ ഒക്കെ മാറ്റിയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വർത്തമാനകാലത്ത് എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും, നേരത്തെ ടി കെ മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ പുതിയ ചിന്തകളെക്കുറിച്ച്. എൻ്റെ മനസ്സിലുള്ളത്, എന്തൊക്കെ മാറ്റം നാം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെത്രത്തോളം പ്രശ്നത്തെ തൊടാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ശരിക്കും ICUവിലാണ് അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളത്. അതിന് പുറത്ത് പെയിൻ്റ് അടിച്ചതുകൊണ്ട് സ്ഥാപനങ്ങൾ മാറുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കിതച്ചു നിൽക്കുകയാണവ, വെന്റിലേറ്ററിൽ കിടക്കുകയാണവ. മെഡിസിൻ കൊടുത്ത് പരിഹരിക്കാവുന്ന പ്രതിസന്ധികളല്ല ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വർത്തമാനത്തിലുള്ളത്. വളരെ ആഴമുള്ള സർജറികളിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ചെറിയ ചെറിയ മിനുക്ക് പണികൾ കൊണ്ട് ഇത് മാറില്ല. അതിനൊന്നാമത് നാം പ്രശ്നമെന്ത് എന്ന് മനസ്സിലാക്കണം. പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആളുകൾ പറയും കുട്ടികൾ വരുന്നില്ല, ന്യൂ ജനറേഷൻ്റെ താല്പര്യങ്ങൾ മാറിയിരിക്കുന്നു, പ്രതിബദ്ധതകൾ കുറഞ്ഞിരിക്കുന്നു, പലതരത്തിലുള്ള കാരണങ്ങൾ നമ്മൾ പറയും. ആ കാരണങ്ങൾ എവിടെ അവതരിപ്പിക്കുന്ന കാരണങ്ങളെയും നമ്മൾ എടുത്തു നോക്കൂ. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം പറയും. ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും പറഞ്ഞതിനെ മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ ആ പറയുന്ന കാരണങ്ങളുടെ 90% പ്രശ്നം സമൂഹത്തിൻ്റെതാണ് അല്ലെങ്കിൽ കുട്ടികളുടേതാണ് എന്നാണ് നമ്മൾ പറയുക. യഥാർത്ഥത്തിൽ പ്രശ്നം മറ്റുള്ളവരുടേതാണോ അതല്ല നമ്മുടേതാണോ? പ്രശ്നമെല്ലാം മറ്റുള്ളവരുടേതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മാറാനൊന്നും ഉണ്ടാവില്ല. പ്രശ്നം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടേതും അതിന് നേതൃത്വം കൊടുക്കുന്നവരുടേതുമാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നാം എവിടെ മാറണമെന്ന് നമ്മൾ ആലോചിക്കുകയുള്ളൂ. മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തെ വിക്ടിം മെൻറ്റാലിറ്റി എന്നാണ് പറയുക. 2 തരം മാനസികാവസ്ഥകളുണ്ട്. ഒന്ന് വിക്ടിം മെൻറ്റാലിറ്റിയാണ്, മറ്റൊന്ന് വിക്ടർ മെൻറ്റാലിറ്റിയാണ്. വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ മുഴുവൻ മറ്റുള്ളവരിൽ കുറ്റപ്പെടുത്തും, അങ്ങനെയാണ്. അതെല്ലാം അതിൻ്റെ കാരണം കൊണ്ട് എല്ലാത്തിനും കാരണമുണ്ടാകും, ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാകും. വിക്ടർ മെൻറ്റാലിറ്റിയോ ആ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പ്രശ്നം നമ്മുടേതാണോ എന്ന് ചിന്തിക്കുകയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കാരണങ്ങളെപ്പോലും നമ്മുടെ സമീപന രീതി കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് വിക്ടർ മെൻറ്റാലിറ്റി. വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിന്ന് വിക്ടർ മെൻറ്റാലിറ്റിയിലേക്ക് വിദ്യാഭ്യാസ പ്രവർത്തകർ, സ്ഥാപന മേധാവികൾ, സംഘടനാ മേധാവികൾ മാറേണ്ടതുണ്ട് എന്നാണ്. എന്താണ് പ്രശ്നം? വർത്തമാനത്തിൻ്റെ പ്രശ്നം എന്താണ്? ഒന്നാമത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് മാറ്റത്തിനുള്ള ധൈര്യമില്ല എന്നതാണ്. ധൈര്യമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ട്. ഒരു മാറണമെങ്കിൽ നമുക്ക് ശരിക്കും ധൈര്യം വേണം. കാലത്തെ അറിയാൻ പറ്റണം. വല്ലസ്വർ എന്ന സൂറത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്താ? നിങ്ങൾ കാലത്തെ വായിക്കണം എന്ന് തന്നെയാണ്. കാലത്തെ നമ്മൾ എത്ര പേർ വായിക്കുന്നുണ്ട്? കാലത്തിനൊരു വികാസം സംഭവിക്കുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്? വിദ്യാഭ്യാസ മേഖല ഉടനീളം മാറിയിരിക്കുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച് നോക്കൂ, എനിക്ക് പേടിയാണ്. ഒരുപാട് പരിപാടികളിൽ കുട്ടികളുമായി ഇൻട്രാക്ഷന് പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. കാരണം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. അത്ര ആഴമുള്ള ചോദ്യം ചോദിക്കാൻ കഴിയുന്ന കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്നലെ എൻ്റെ സുഹൃത്തിൻ്റെ മകൻ മരിച്ചു, നിങ്ങൾ കണ്ടിരിക്കും. മീഡിയ വണ്ണിലെ മുജീബിൻ്റെ, ബിഷാറയുടെ മകൻ മരിച്ചു. 14 വയസ്സാണ്. എന്തൊരു അത്ഭുതമാണവൻ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ കുട്ടികൾ അസാമാന്യ കഴിവുള്ളവരാണ്. ആ കഴിവ് അവർക്ക് കിട്ടുന്നത് മാറിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്നുകൂടിയാണ്. ഒരു കുട്ടിയോട് സംസാരിച്ചു, 13 വയസ്സുള്ള കുട്ടിയാണ്. അവൻ അമേരിക്കൻ ചാര സംഘടനയെക്കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, മോനെ നിനക്കെവിടുന്ന? എല്ലാം ഇതിലുണ്ട് സർ. അവൻ ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്ത് കാണിച്ചു തന്നു. അപ്പം നമ്മളതിന് നെഗറ്റീവാണ് പറയുന്നുള്ളൂ. കുട്ടികൾ ഗെയിം കളിക്കുന്നു. എല്ലാ കുട്ടികളും ഗെയിമിലല്ല. ചിലർ ഫോൺ എടുക്കുന്ന ഖുർആൻ പഠിക്കാനാണ്, ഗവേഷണത്തിനാണ്.
അങ്ങനെയും ഉണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ നല്ല കഴിവുള്ളവരാണ്. എൻ്റെ മകൻ എൻട്രൻസിന് ചേർന്ന് ക്ലാസ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഉപ്പാ എന്തൊരു ടീച്ചിങ് ആണ്, ഇതാണ് ടീച്ചിങ്. അവനിങ്ങനെ അതിൻ്റെ മുമ്പിൽ അത്ഭുതപ്പെട്ട് നിൽക്കാൻ. അങ്ങനെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് കുട്ടികൾ മാറിയ ഒരു കാലത്ത് അത് കടന്നിട്ട് ഇസ്ലാമിയ കോളേജിലേക്ക് വരുമ്പം അവരൊരു ദിവസം ഇരിക്കുമോ, 2 ദിവസം ഇരിക്കുമോ? ഫാക്കൽറ്റിയിൽ, ഫെസിലിറ്റീസിൽ, എല്ലാത്തിലും നമ്മൾ ആലോചിച്ച് നോക്കൂ. കാഴ്ചപ്പാടുകളിൽ, അംഗീകാരത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, അവരോടുള്ള ഇൻട്രാക്ഷനിൽ കുട്ടികളുടെ വേവ് ലെങ്തിനോട് കിടപിടിക്കുന്ന അധ്യാപകരെവിടെയുണ്ട്? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ, ചില LKG അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലൊക്കെ വരെയൊക്കെ എത്തുന്ന കുട്ടികൾക്ക് ചില സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്. ആ കുട്ടികൾ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുക? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത്തരം കുട്ടികളോട് സംവദിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാരണം. മാറ്റത്തിനുള്ള ധൈര്യമില്ല, കാലത്തെ വായിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്, ദീർഘവീക്ഷണമുള്ള നേതൃത്വമില്ല. ഇസുദ്ദീൻ മൗലവി അവിടെയാണ് നാം അഭിമാനത്തോടുകൂടി, ആദരവോടുകൂടി ഓർക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ചെമ്മനാട് നടന്ന സെമിനാറിൽ ഞാനത് പറഞ്ഞിരുന്നു, വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണ്. ആലിയയുടെ പൊടി പിടിച്ചു കടന്ന ലൈബ്രറി മൂലയിൽ എവിടെയോ ഇസുദ്ദീൻ മൗലവിയുടെ ഒരു കൈപ്പട വായിച്ചു പോയത് ഓർക്കുന്നു. അന്ന് എനിക്കതിൻ്റെ വാല്യൂ ഓർമ്മ വന്നില്ല, അതുകൊണ്ട് ഞാനത് എടുത്തു വച്ചില്ല. ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ആലിയയിൽ 2 ലൈബ്രറി ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ലൈബ്രറിയും കോളേജ് ലൈബ്രറിയും. കോളേജ് ലൈബ്രറിയിലേക്ക് ഞങ്ങൾക്ക് അപൂർവമായാണ് പ്രവേശനം കിട്ടിയിരുന്നത്. ആ ലൈബ്രറിയുടെ പിന്നിൽ കുറേ എഴുത്തുകുത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെവിടെയോ എഴുതി വെച്ച ഒന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആലിയയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി അവന് ഉപജീവന മാർഗമുണ്ടാകണം, പക്ഷേ അവന് ഇവിടെ നിന്ന് കിട്ടിയ ദീനി ഇൽമാകരുത് അവൻ്റെ ഉപജീവന മാർഗം. അവൻ്റെ ഉപജീവന മാർഗത്തിന് അവന് വേറെ ഒരു തൊഴിലുണ്ടാകണം. ആ തൊഴിലിൽ നിന്നാണ് അവൻ ശമ്പളം വാങ്ങേണ്ടത്. എങ്കിലേ അവൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്ന ദീനി ഇൽമ് ധൈര്യപൂർവം പ്രകാശിപ്പിക്കാനും പ്രതിനിധീകരിക്കാനും കഴിയുള്ളൂ. അങ്ങനെയാണ് മുമ്പ് ഞങ്ങൾ വന്ന് കയറുമ്പോൾ ആലിയയിൽ കാർപ്പൻട്രി പഠിപ്പിക്കുന്നുണ്ട്, പ്ലംബിങ് പഠിപ്പിക്കുന്നുണ്ട്, വയറിങ് പഠിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അന്നൊരു പ്രിൻറ്റിങ് പ്രസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇപ്പം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് ചെറുതാണെന്ന് തോന്നും, പക്ഷേ 40കളിൽ ആ മനുഷ്യൻ ചിന്തിച്ച ചിന്ത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ആലിയക്കത് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇസുദ്ദീൻ മൗലവി കണ്ട ആ വിദ്യാഭ്യാസ സ്വപ്നം യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ, ആ രൂപത്തിൽ നടപ്പിലാക്കാൻ ആലിയക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് സമാനമായ ഒരു സ്വപ്നം ഇന്ന് ഏതെങ്കിലും കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? ദീനി ഇൽമ കൊണ്ട് മാത്രം ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്നത് എത്രമേൽ ഉന്നതമായ ഒരു ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടാണ്. അതെവിടെ പോയി? അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല? അപ്പോൾ ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ്. സ്ഥാപനങ്ങൾ കുറേ ഉണ്ടായി, അതിന് ഒരു മാതൃക അന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രാദേശികരായ ആളുകളും അല്ലാത്തവരുമൊക്കെ നേതൃത്വം കൊടുത്ത് ആവേശത്തോടെ സ്ഥാപനം ഉണ്ടാക്കി. കാലം മാറി, പ്രതിസന്ധികൾ വന്നു. പ്രാദേശികമായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ പലർക്കും മാറാൻ കഴിയുന്നില്ല. കാരണം എന്താ? അവർ ഒരു കാലത്തിൻ്റെ ആവേശത്തിലും ഒഴുക്കിലും അന്ന് സ്ഥാപനം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് എല്ലാ സ്ഥാപനവും ഒരേ കോഴ്സായിരിക്കും. ഇന്ന് അങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല. അത് മാറ്റണമെന്ന് പറഞ്ഞാൽ, ചിലതൊക്കെ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുകയുമില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് മാറാൻ കഴിയില്ല. എന്നാൽ മാറാനുള്ള ഗൈഡൻസ് ഉണ്ടോ? അതും കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ദീർഘവീക്ഷണമുള്ള നേതൃത്വമില്ല എന്നതാണ്. സ്ഥാപനങ്ങൾക്കില്ല, സംഘടനകൾക്കില്ല, സമൂഹത്തിന് ഇല്ല എന്നതാണ്. നമുക്കുള്ളത് ലീഡർഷിപ്പ് അല്ല, നമുക്കുള്ളത് മാനേജ്മെൻ്റാണ്. സ്ഥാപനങ്ങളിലും സംഘടനകളിലും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം അവിടെ മാനേജർമാരാണ്. യഥാർത്ഥത്തിൽ എന്താണ് മാനേജർ എന്ന് പറഞ്ഞാൽ? ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആവശ്യം, നാളെ എന്താണ് നാം നേടേണ്ടത്, ആ നേടേണ്ടതിനനുസരിച്ച പദ്ധതി ഉണ്ടാക്കി പ്രവർത്തിക്കും. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവില്ലേ? ലീഡർ ചെയ്യുക പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കില്ല, ലീഡർ ചെയ്യുക നേടേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കും. മാനേജർമാരോ? മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ മുന്നിൽ വെക്കും, ചർച്ച ചെയ്യും, പ്രതിസന്ധികളും റിസ്ക് എലമെൻസും ഒക്കെ നോക്കും, എന്നിട്ട് ഇത് നടക്കൂല, ഇതേ നടക്കുള്ളൂ. അങ്ങനെ അദ്ദേഹം അല്ലെങ്കിൽ ആ ടീം ആ നിലവിലുള്ള സാഹചര്യത്തെ ഇങ്ങനെ കൊണ്ടുപോകും. ഇതാണ് മാനേജ്മെൻറ്റ്. ഇത് ആണ് ഇന്ന് എല്ലാ രംഗങ്ങളിലും നടക്കുന്നത്. പ്രശ്നങ്ങൾ അവലോകനം ചെയ്ത് സാധ്യതയുള്ളത് മാത്രം ചെയ്യുക, ഇതാണ് ശരിക്കും മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും റിയാക്റ്റീവായ ലീഡർഷിപ്പിനെയാണ് നാം കാണുന്നത്, പ്രോ ആക്റ്റീവ് അല്ല. നിലവിലുള്ള പ്രശ്നങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ച് പോവുക. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചല്ല. ബദിയുസ്സമാൻ സാഹിബ്
ആ ഹബ്ബാബിൻ്റെ സംഭവം പറഞ്ഞില്ലേ, അതിന് മറ്റൊരു റീഡിങ് നിങ്ങൾ എടുത്ത് നോക്കൂ. നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇതാ അടി കിട്ടി, ചോരയൊലിക്കണു, അയാൾ മരിച്ചു, ഇയാൾ ഷഹീദായി. നമ്മളാണ് എന്താ ചെയ്യുക? ഉടനെ വിളിക്കും, നമുക്ക് ആ പരിപാടി നടത്തി ഇങ്ങനെ പ്രതിഷേധിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. റസൂല് പറഞ്ഞിടോ, നെറ്റിമെന്ന് ചോരയല്ല, അതവിടെ നിൽക്ക്, അതൊന്നുമല്ല വിഷയം. പിന്നെയോ യുത്തിമ്മന്നല്ലാഹു, അതെല്ലാം ലക്ഷ്യം. റസൂല് റിയാക്റ്റീവ് അല്ല, റസൂല് പ്രോആക്റ്റീവാണ്. അതുകൊണ്ടാണ് മുസ്അബിനെ അയച്ചത് മദീനത്തേക്ക്. ഈ പ്രോആക്റ്റീവ് ലീഡർഷിപ്പിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിലവിലൊരു സ്ഥാപനം, ഒരു സംഘടന പോണ വഴിയിൽ നിന്ന് അങ്ങനെയല്ല, ഭൂരിപക്ഷം പോകുന്നതിൽ നിന്ന് ഒരല്പം മാറി ഇങ്ങനെ പോകണം. വേറിട്ട ചിന്ത നടപ്പിലാക്കുമ്പോൾ നമ്മൾ എന്താ, ഇതെന്ത് ഭ്രാന്താന്ന് ചോദിക്കും. ആ ഭ്രാന്താണ് ഇസുദ്ദീൻ മൗലവി ഉമറാബാദ് നിന്ന് മംഗലാപുരത്തേക്ക് നടത്തിയത്. ഒരല്പം ഭ്രാന്തുണ്ടെങ്കിലേ ഇന്നൊവേറ്റീവായ ചിന്തകൾ എന്നാണ് അതിനെ നമ്മൾ വിളിക്കേണ്ടത്. നമുക്കത് സാധാരണക്കാരന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ കാനറ ജമിയത്തുൽ ഉലമ എന്ന സംഘടന ഉണ്ടാക്കി ഒരു പ്രശ്നം സംഭവിച്ചപ്പം അതിന് അദ്ദേഹം കൊടുത്ത പൊതുമുഖം, സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാണ് റഹീം സാഹിബ്. സിദ്ദീഖ് ഹസൻ സാഹിബ് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ടീം ബിൽഡ് ചെയ്തൊരു രീതിയുണ്ട്. വ്യത്യസ്ത വീക്ഷണമുള്ള, വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ അവിടെ ഒരുമിപ്പിച്ച് നിർത്തുന്നു എന്നുള്ള. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരേ ടീമിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കാം, അതല്ല ചെയ്യുന്നത്. ഇതിനെയാണ് ഇന്നൊവേറ്റീവായ ചിന്ത, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ലീഡർഷിപ്പും മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ലീഡർഷിപ്പ് എപ്പോഴും ഇൻസ്പിറേഷണൽ ആയിരിക്കും, അവർക്ക് വിഷണറി ഉണ്ടാകും, സ്ട്രാറ്റജി ഉണ്ടാകും, അതുപോലെ തന്നെ ഇന്നൊവേറ്റീവായ ചിന്തകൾ ഉണ്ടാകും, എംപവറിങ് കപ്പാസിറ്റി ഉണ്ടാകും. ഇതൊക്കെയാണ് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത. അത് നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ അവർ അഡ്മിനിസ്ട്രേറ്റീവ് സ്വഭാവമാണ് ഉണ്ടാവുക, അവർ ഓപ്പറേഷണൽ ഒരു സംവിധാനത്തിലാണ് കൂടുതൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, ഡയറക്റ്റീവ് ആയിരിക്കും. പല നേതാക്കളെയും നമ്മൾ കണ്ട അവരൊക്കെ ഡയറക്ടർമാരാണ്, ലീഡേഴ്സ് എന്ന് പറയാൻ തോന്നില്ല. ഇങ്ങനെയുള്ള കുറേ സംഗതികളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് പിന്നെ ചിന്തകന്മാർ. നമുക്ക് ഇസ്ലാമിക് സ്കോളേഴ്സ് ഉണ്ട്, ഇസ്ലാമിക് തിങ്കേഴ്സ് ഇല്ല. ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയുടെ വർത്തമാനകാല പ്രതിസന്ധി എന്ന് പറയുന്ന മറ്റൊന്നതാണ്. അത് എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് പണ്ഡിതന്മാരുണ്ട്. പണ്ഡിതന്മാരെപ്പോഴും ട്രഡീഷണൽ ഇസ്ലാമിക വിഷയങ്ങളിലും ടെക്സ്റ്റുകളിലും അവഗാഹമുള്ളവരായിരിക്കും, ജൂറിസ്പ്രുഡൻസിൽ അവഗാഹമുള്ളവരായിരിക്കും. പക്ഷെ അവർ കാലത്തിനപ്പുറം ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവില്ല. അപ്പം അത് മറ്റൊരു പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. മറ്റൊന്ന് ഷറഹു സ്വദറാണ്. പുതിയ ആശയങ്ങളെ സ്വീകരിക്കണ ഷറഹു സ്വദർ വേണം. ആ ഷറഹു സ്വദർ ഉണ്ടായത് കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കുന്നത്, ഉമർ അത് ആവശ്യപ്പെടുന്നത്, സെയ്ദ് ബിൻ സാബിത്ത് അത് സ്വീകരിക്കുന്നത്. അലം നശ്റഹ് ലക സ്വദറക എന്ന ആ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇത് വന്നിട്ടുണ്ട്. പുതിയ ആശയങ്ങളെ സ്വീകരിക്കുകയാണ്. അതിനെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കമൻറ്റ് തന്നെ നമുക്ക് കാണാം. പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ ഹൃദയത്തെ വിശാലമാക്കി എന്നതാണ്. അപ്പോൾ പുറം വെളിച്ചം സ്വീകരിക്കണം. ഇന്നും പ്രസക്തമായ ഒരു സംഗതി തന്നെയാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങൾ ഒരുപാട് മാറേണ്ടതുണ്ട്. അവയുടെ കരിക്കുലത്തിലാണ് അടിസ്ഥാനപരമായി മാറ്റം വരേണ്ടത്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പം ഈ പ്രസംഗിക്കുന്ന സമയം തന്നെ, ഇപ്പം മുഹമ്മദ് സാഹിബ് വന്നിട്ട് സമയത്തെക്കുറിച്ച് പറഞ്ഞു പോയി. ഈ സമയം തന്നെ അധികം, ഒരു മിനിറ്റിൽ ഒരു കാര്യം പറയുന്ന 30 സെക്കൻഡും 60 സെക്കൻഡിൻ്റെയും കാലമാണിത്, റീൽസിൻ്റെ കാലമാണ്. ഈ കാലത്തെ കുട്ടികളോടാണ് നമ്മൾ 6 വർഷത്തെ കോഴ്സിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, കുട്ടികൾ വന്നിരിക്കുമോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ അതിനാണ് ശരിക്കും ചിന്തിക്കുന്നത്. ഇങ്ങനെ ഇത്രയും അവഗാഹത്തിൽ ഇങ്ങനെ പഠിപ്പിക്കേണ്ടതാണോ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്? ഇതിനെ മാറ്റണമെന്നാണ് അടിസ്ഥാനപരമായി. എങ്കിലേ പുതിയ തലമുറ ഇതിലേക്ക് വരൂ. മാത്രമല്ല, നമ്മളൊരു ചെറിയ ക്ലിക്ക് മെറ്റയിൽ ചാറ്റ് ജി പി ടിയിൽ ഒരു ക്ലിക്ക് ചെയ്താൽ എന്തെല്ലാം കാര്യമാണ് വരണേ. ഇങ്ങനെ ഒരു കാലത്ത് സിസ്റ്റത്തിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്, കരിക്കുലത്തിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്, സിലബസിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. കുട്ടികൾക്ക് ഹിൻസ് കൊടുത്താൽ മതി. നമ്മളൊക്കെ പഠിക്കണം, നമ്മളൊക്കെ ഷറഹുല്ലക്കായത് അല്ലെങ്കിൽ മഹല്ലിയൊക്കെ ഇങ്ങനെ വേർഡ് ബൈ വേർഡ്. ഇപ്പം നൂറുദ്ദീൻ ഉസ്താദിനെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹമൊക്കെ ജമ്മുൽ ജവാമീൻ്റെ ഒക്കെ ക്ലാസ് എടുത്ത ഹർഫം ബി ഹർഫ് അതിങ്ങനെ ഓർമ്മ വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളോട് നിങ്ങൾ നോക്കൂ, അവർ ക്ലാസ്സിലെ ഹർഫം ബി ഹർഫൊന്നും നോക്കുന്നില്ല. അല്ലാതെ തന്നെ ഗ്രാസ്പിംഗ് പവറുള്ള ഒരു തലമുറയാണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് പിന്നെയും കൊണ്ടുപോയിട്ട് ജമ്മുൽ ജവാമിയോ അതേ സ്വഭാവത്തിൽ, നഹ്വ് അതേ സ്വഭാവത്തിൽ പഠിപ്പിക്കണമെന്ന ചിന്തയെ മാറ്റിയെടുത്താൽ മാത്രമേ, നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ സ്ഥാപനങ്ങൾ മാറൂ. അതിന് വലിയ ഓപ്പറേഷനിലേക്ക് പോകണം. അപ്പോൾ എന്താ ഉണ്ടാവുക? പെയിൻ ഉണ്ടാകും. എ പെയിൻഫുൾ ചേഞ്ച്. നമ്മൾ കഴുകനെക്കുറിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴുകനെക്കുറിച്ച് പറയുന്നുണ്ട്. കഴുകൻ എങ്ങനെയാണ് 60 വർഷത്തെ ആയുസ് ഉണ്ടെന്ന്. എങ്ങനെയാണ് അത് വരുന്നത്? കഴുകൻ ഈഗിൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പാറപ്പുറത്ത് പോയിട്ട് ചുണ്ട് അതിലൊരസും, കൈയിലെയും കാലിലെയും നഖങ്ങൾ അതിലൊരസും, എന്നിട്ട് ചുണ്ട് മുറിച്ച് കളയും, നഖങ്ങൾ പിഴുതെടുത്ത് കളയും, രക്തമൊലിക്കും. പെയിൻഫുൾ ചേഞ്ച് എന്നാണ് അതിനെ പറയുന്നത്.
നമ്മൾ എന്ത് പെയിനാണ് എടുത്തിട്ടുള്ളത്? പെയിന് വരുമ്പോഴേക്ക് നേരത്തെ ബദീസമൻ സാഹിബ് പറഞ്ഞില്ലേ, ഭൂതകാല രതിയാണ്. പെയിന് വരുന്ന ഒരു ഭാഗം തൊടാൻ പറ്റൂല. ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്നാ പറയാ. നമ്മൾ കുട്ടികളെ 960 ജീവിപ്പിക്കുന്നത്. നമ്മളെ കുട്ടികളെ 2060 നമ്മൾ വളർത്തേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ള എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരെ പിന്നെയും അവിടെ കാത്തുവെച്ചത് ഭാവിയിലേക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ജാഫർ റളിയല്ലാഹു തിരിച്ചു വന്നപ്പം, ഞാൻ ഇന്ന് ഏറ്റവും ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ടാണ് ജാഫർ റളിയല്ലാഹു തിരിച്ചു വരുന്നത് എത്യോപ്യയിൽ നിന്ന്. അതുവരെ ബാക്കി വെച്ചു അവരെ. എന്നിട്ട് ജാഫർ പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബി അയ്യിഹിമാ അസർ ബി ഖുദൂമി ജാഫർ. റസൂലുള്ള പറയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തുകൊണ്ടാ? ബി അയ്യിഹിമാ അസർ ബി ഖുദൂമി ജാഫർ അം ബി ഫത്ഹി ഖൈബർ. ഖൈബർ ജയിച്ചടക്കിയത് കൊണ്ടാണോ, അതല്ല ജാഫർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നത് കൊണ്ടാണോ? എന്തിനത്രയും കാലം അവിടെ ബാക്കി വെച്ചു? 60-ലെ 70-ലെ നൊസ്റ്റാൾജിക് സ്റ്റോറികളല്ല, 2060 ലോകം കീഴടക്കാനുള്ള സ്വപ്നങ്ങൾ കൊടുക്കണം കുട്ടികൾക്ക്. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഉടച്ചു വാർക്കണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ. എങ്കിലിത് മാറും. അതിന് കഴിവുള്ള ഒരു ടീം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവരെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ അക്കമഡേറ്റ് ചെയ്യാനുള്ള ഷറഹുസ്വദുറുണ്ടോ എങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതിനുള്ള എല്ലാ എലമെൻസും നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു ആ മാറ്റത്തിനുള്ള ഒരു പ്രചോദനമാക്കി ഈ സംഗമത്തെ മാറ്റുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബിക് കോളേജുകളുടെ വഴിയും വർത്തമാനവും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ച സദറുദ്ദീൻ വാഴക്കാട് അവർക്ക് അലിയ അലുമിനി അസോസിയേഷൻ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് അലുമിനി അസോസിയേഷൻ്റെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി അലിയ അലുമിനി അസോസിയേഷൻ ഖത്തർ കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷാജഹാൻ PA അവർകളെ ക്ഷണിക്കുന്നു.